നമസ്കാരം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം SFIയുടെ മുദ്രാവാക്യമാണിത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ നിലകൊള്ളുന്ന പുരോഗമന പ്രസ്ഥാനം എന്നാണ് വെപ്പ. എന്നാൽ 3 ദിവസം വെള്ളം കൊടുക്കാതെ തല്ലിയും ചവിട്ടിയും ആൾക്കൂട്ട മർദ്ദനം നടത്തി വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് അയക്കുന്നതാണോ ജനാധിപത്യത്തിനായി എക്കാലം ശബ്ദമുയർത്തിയ SFIയുടെ ഇപ്പോഴത്തെ പുരോഗമന പ്രവർത്തന രീതി? വീട്ടിലേക്കുള്ള യാത്രയിലാണ് അവനെ തിരിച്ചു വിളിച്ച് കൊന്നുകളഞ്ഞത്. എന്റെ മകന് മരിക്കും മുൻപ് ഒരല്പം വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ എന്ന ആ അച്ഛന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പഠിക്കുകയും പോരാടുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് ശ്രീ PM ആർഷ ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത്? സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് ഹോട്ടൽ മുറിയിലോ മൈതാനത്തൊന്നും വെച്ചല്ല, പൂക്കോട് വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റലിൽ വെച്ചാണ്. കോളേജ് പ്രിൻസിപ്പലും വാർഡനും പ്രതിസ്ഥാനത്താണ്. 3 ദിവസത്തോളം കോളേജ് ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥി കിടന്ന് ദുരന്തം അനുഭവിച്ചത് അറിയാനോ തടയാനോ അവനെ സംരക്ഷിക്കാനോ സാധിച്ചില്ലെങ്കിൽ കോളേജ് അധികൃതർ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാകും. ഇനിയും ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന്. ഹോസ്റ്റലിൽ അലിഖിത നിയമം ഉണ്ടായിരുന്നതും ഇതനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി തീർപ്പാക്കാനെന്ന പേരിൽ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥിന്റെ ഘാതകർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമോ, അതോ ഭരണം കൈയാളുന്ന പാർട്ടിയുടെ സംഘടനയിൽപ്പെട്ടവരെന്ന പരിഗണനയിലും തണലിലും പ്രതികളെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തകരാകുമോ? 109ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് കൺമുന്നിൽ ഒരു ക്രൂരത കണ്ടിട്ടും മിണ്ടാതെ ഉരിയാടാതെ നിന്നത്. സഹപാഠിയെ കൊല്ലാക്കൊല ചെയ്യുമ്പോഴും മൗനം തുടരാൻ ഇവരെ പ്രേരിപ്പിച്ചത് മനസാക്ഷിയില്ലായ്മയോ, അതോ SFI എന്ന സംഘടനയെ പേടിച്ചിട്ടോ? അങ്ങനെയെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഗുണ്ടാ സംഘമായാണോ SFI പ്രവർത്തിക്കുന്നത്? ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നും ഇതനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി തീർപ്പാക്കാൻ എന്ന പേരിൽ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയായിരുന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ച് അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസെടുക്കുമെന്നും ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വീട്ടിലേക്ക് പോകും വഴി എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുന്നത്. 16-ാം തീയതി ഹോസ്റ്റലിലെത്തിയ സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും എങ്ങും പോകാൻ അനുവദിക്കാതെ തടങ്കലിലാക്കി. 16-ാം തീയതി രാത്രി 9 മണി മുതൽ ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചും ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ചും വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചും ബെൽറ്റ്, കേബിൾ വയറുകൾ കൊണ്ട് മർദ്ദിക്കുന്നു. അതിക്രൂരമായ പീഡനത്തിനാണ് സിദ്ധാർത്ഥൻ വിധേയനായത്. 17-ാം തീയതി അർദ്ധരാത്രി 2 മണി മുതൽ പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി അപമാനിക്കുന്നു. തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് പ്രതികളുടെ പ്രവൃത്തി സിദ്ധാർത്ഥനെ എത്തിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമെന്നും കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും കൊല്ല ചെയ്യപ്പെട്ടത് SFIയുടെ വിദ്യാർത്ഥികൾ എന്ന ന്യായീകരണം ഇനി അടുത്തായി വരാൻ പോകുന്നുണ്ട്. ശരിയായിരിക്കാം, നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അംഗമെടുത്ത വിദ്യാർത്ഥികൾക്കാവും ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടമായത്. അപ്പോഴും ഓർക്കേണ്ട ഒന്നുണ്ട്, കൊല്ലപ്പെട്ടവർക്കൊക്കെ കുടുംബമുണ്ടെന്നും അവരെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്നും. അടിസ്ഥാനപരമായി നഷ്ടവും വേദനയും ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും.